ഹായ് മക്കൾസ്, പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞു. ഒരു സംശയം ഉണ്ടായിരിക്കില്ലേ, സാറേ ഞാൻ പ്ലസ് വണ്ണിൽ തോറ്റു. ആര് പറഞ്ഞു നിങ്ങളോട് പ്ലസ് വണ്ണിൽ തോറ്റു? സാറേ ഞങ്ങൾ പ്ലസ് വണ്ണിൽ ജയിച്ചു. അതോ ആര് പറഞ്ഞു? പ്ലസ് വണ്ണിൽ തോൽവിയും ജയവും ഇല്ല, അങ്ങനെ ഒരു സംഭവമേ പറയുന്നില്ല. നിങ്ങൾ ആരെങ്കിലും പ്ലസ് വണ്ണിൽ തോറ്റിട്ട് പ്ലസ് വണ്ണിൽ തന്നെ ഇരിക്കുന്നുണ്ടോ? ഇപ്പോൾ പ്ലസ് ടുവിലല്ലേ നിങ്ങൾ, പിന്നെ ആരാ നിങ്ങളോട് പ്ലസ് വൺ തോറ്റു എന്ന് പറഞ്ഞു? പ്ലസ് വണ്ണിൽ തോൽവിയില്ല, അങ്ങനെ തന്നെ മനസ്സിലാക്കുക. അപ്പൊ പിന്നെ സാറേ, പിന്നെ ഞങ്ങളോട് പലരും പറയുന്നുണ്ട്, ഈ മാർക്ക് 18ന്റെ മാർക്കിന് താഴെ കുറഞ്ഞു, 17 മാർക്കാണ് എനിക്ക് കിട്ടിയത്, ഇത് തോറ്റടാ. അങ്ങനെ ഒരു സംഭവമില്ല. അതായത് ഞാൻ പറയുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ ജയം എന്ന് വെച്ചാൽ, പ്ലസ് വൺ കഴിഞ്ഞ് ഇനി പ്ലസ് ടു കൂടി കഴിഞ്ഞാൽ, പ്ലസ് ടുവിൻ്റെ എക്സാം കൂടി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഗ്രേഡും അല്ലെങ്കിൽ നിങ്ങൾ തോറ്റോ ജയിച്ചോ എന്നൊക്കെ പറയാം. ഒന്നും കൂടി വ്യക്തമാക്കി തരാം സാറേ. ഓക്കെ, അതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇൻസ്റ്റഗ്രാം ID, ഇതെൻ്റെ പേഴ്സണൽ ഇൻസ്റ്റഗ്രാം ID ആണ്. ഇതിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഫോളോ ചെയ്ത് ചോദിക്കാം. SP_ ഒരു അടിവര ഉണ്ട് സഹദ്, ഇതാണ് ഇൻസ്റ്റഗ്രാം ID. ഇതിലേക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. ഇനി കാര്യത്തിലേക്ക് വരാം. അതായത് നമ്മൾ പറയുന്നത്, നിങ്ങൾ പറയും തോൽക്കോ ഇല്ലെന്ന്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ 80 മാർക്കിൻ്റെ വിഷയമാണെന്ന് വിചാരിക്കുക. 80 മാർക്കിൻ്റെ നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു പൊളിറ്റിക്കൽ സയൻസ് ആണെന്ന് വിചാരിക്കുക. പൊളിറ്റിക്സ് ആണ് നിങ്ങളുടെ വിഷയം എന്ന് വിചാരിക്കട്ടോ. പൊളിറ്റിക്സ് ആണെന്ന് വിചാരിക്കുക. പൊളിറ്റിക്സ് 80 മാർക്കിലാന്ന് വിചാരിക്കുക. 80 മാർക്കിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടേണ്ടതെന്നൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് പ്ലസ് വൺ പ്ലസ് ടു കൂടി കൂടിയിട്ട് 200 മാർക്കിൽ, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പ്ലസ് വൺ പ്ലസ് ടു കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എഴുതിയിട്ട് തന്നെ എത്ര കിട്ടണം, 48 മാർക്ക്. അതായത് 80 മാർക്കിന്റെ വിഷയങ്ങളൊക്കെ ആണെങ്കിൽ 48 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, സാർ അപ്പൊ 48 മാർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾക്ക് 48 ഒന്നും കിട്ടിയിട്ടില്ലല്ലോ, ഞങ്ങൾക്ക് ആകെ 5 മാർക്കുള്ളൂ എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു 8 മാർക്കുള്ളൂ. പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് എത്ര കിട്ടി? 8 മാർക്കുള്ളൂ എന്ന് വിചാരിക്കുക. പ്ലസ് വണ്ണിൽ ആകെ കിട്ടിയത് 8 മാർക്കാണ്. ഈ 8 മാർക്ക് കണ്ടിട്ട് ഞങ്ങളോട് എല്ലാവരും പറഞ്ഞു ഞങ്ങൾ തോറ്റു എന്ന്. മക്കളെ, തോറ്റു എന്ന് പറഞ്ഞതിൽ തെറ്റുണ്ട്, അങ്ങനെ പറയാൻ പാടില്ല. പക്ഷേ നിങ്ങൾക്ക് കുറച്ച് മാർക്ക് കുറവാണ്. കാരണം പ്ലസ് ടുവിൽ നിങ്ങൾ എത്ര എഴുതി വാങ്ങണം? 48 കിട്ടണം, രണ്ടും കൂടി കൂട്ടിയിട്ട്. അപ്പൊ പ്ലസ് ടുവിൽ നിങ്ങൾ, പ്ലസ് ടു നോർമൽ എക്സാം നടക്കുമല്ലോ, ലാസ്റ്റ് കൊല്ലപ്പരീക്ഷ ആനുവൽ എക്സാം, അത് നടക്കുമ്പോൾ നിങ്ങൾ എത്ര വാങ്ങണം? 40 വാങ്ങണം. ഇപ്രാവശ്യം നിങ്ങൾ 8 കിട്ടിയ ആളാണെങ്കിൽ 40 വാങ്ങിയാൽ മാത്രമേ 8 + 40 = 48 കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ തോറ്റു എന്ന് പറയാൻ പറ്റില്ല. ഇനി ഇവിടെ 1 മാർക്കാണെങ്കിലോ, നിങ്ങൾ എന്നെ വെച്ചോ, ഇവിടെ 1 മാർക്കാണ്. പ്ലസ് വണ്ണിൽ 1 മാർക്കാണ് കിട്ടിയ ആളെങ്കിൽ എത്ര വാങ്ങണം? 47. അടുത്ത പ്ലസ് ടുവിൽ വാങ്ങണം, അപ്പോഴേ എത്ര കിട്ടുള്ളൂ? 48. ഇത് 80 മാർക്കിന്റെ കേസാണ് പറയുന്നത്. ചില സബ്ജക്റ്റുകൾ 60 മാർക്കിന്റെ ഉണ്ടാവും. 60 മാർക്കിന്റെ ആണെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് കിട്ടേണ്ടത്? പ്ലസ് വണ്ണിൽ എത്രയും കിട്ടിക്കോട്ടെ, പ്ലസ് ടു കൂടി റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് 36 മാർക്ക് ഉണ്ടായിരിക്കണം. പ്ലസ് ടുവിന്റെ റിസൾട്ട് കൂടി വരുമ്പോൾ എത്ര ഉണ്ടായിരിക്കണം? 36 മാർക്കും കൂടി ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുള്ളൂ, പാസ്സായി എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ? ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയോ? എന്താണെന്ന് സംഭവം മനസ്സിലായില്ലേ? അതാണ് എന്ത് ചെയ്യുന്നത്, പാസ് മാർക്കും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. എഴുതി അത്ര വാങ്ങണം. അപ്പൊ നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ എന്തില്ല, തോൽവിയും ജയവും ഒന്നുമില്ല. നല്ല മാർക്ക് വാങ്ങിയ ആൾക്ക് പ്ലസ് ടുവിൽ ഒന്ന് ആശ്വസിക്കാം, കാരണം കുറച്ചും കൂടി പഠിച്ച് എനിക്ക് A+ലേക്കൊക്കെ എത്താൻ പറ്റുന്നു. ഒറ്റ മാർക്ക് കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക, സ്വാഭാവികമായിട്ടും നല്ല ഹാർഡ് വർക്ക് എടുക്കേണ്ടി വരും. അത്രമാത്രം വ്യത്യാസമുള്ളൂ. ഓക്കെ ആണല്ലോ? ഇനി കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇനിയും കൺഫ്യൂഷൻ ഉള്ളവർ ഈ ഒരു ഇൻസ്റ്റഗ്രാമിലേക്ക് എന്ത് ചോദിച്ചാലും നമ്മൾ എന്തായിരിക്കും, നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഈ കൊല്ലം മുഴുവൻ നിങ്ങളുടെ കൂടെ തന്നെ നമ്മളുണ്ട്. ഈ കൊല്ലം കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കൂടെ തന്നെ ഉണ്ട്. ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക. മാർക്ക് കുറഞ്ഞവരാവട്ടെ കൂടിയവരാവട്ടെ എല്ലാവരും സന്തോഷിച്ചിരിക്കണം. സന്തോഷിക്കാതിരുന്നിട്ട് മാർക്ക് കൂടോ? ഇല്ല. സന്തോഷിച്ചത് കൊണ്ട് മാർക്കിൽ എന്തെങ്കിലും വീണ്ടും പുരോഗമനം ഉണ്ടാകും? ഒന്നുമില്ല. എപ്പോഴും നമ്മൾ ഹാപ്പി ആയിരിക്കുക, ചിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ബൈ.